നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാരെയും പാചകത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ വളരെ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള അതേസമയം തന്നെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വിഭവമാണ് ഉണ്ടാക്കുന്നത്, വെജിറ്റബിൾ പുലാവ്. ഇത് പ്രഷർ കുക്കറിലാണ് ഇന്ന് നമ്മൾ റെഡിയാക്കുന്നത്. നല്ല കളർഫുള്ളായിട്ട് കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു രുചിയിലാണ് ഇന്ന് നമ്മൾ ഈ പുലാവ് റെഡിയാക്കുന്നത്. ഇതിനുവേണ്ടി ഞാനിവിടെ 1.5 കപ്പ് ബസുമതി റൈസ് എടുത്തിട്ടുണ്ട്. ഇത് ഇന്ത്യ ഗേറ്റിന്റെ റൈസാണ്. ഈ അരി ഒരു 3-4 തവണ കഴുകിയെടുക്കണം. അതിൽ ആ സ്റ്റാർച്ചിന് അംശമൊക്കെ നന്നായിട്ട് പോകണം. അതിൻ്റെ നല്ല വെള്ളം നല്ല ക്ലിയർ ആകുന്ന വരെ കഴുകിയെടുക്കണം. അല്ലെങ്കിൽ നമ്മൾ റൈസ് കുഴഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതിനുശേഷം ഇത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഒരു 20 മിനിറ്റ് തൊട്ട് അരമണിക്കൂർ വരെ വെള്ളത്തിൽ കുതിർത്തിയെടുക്കണം. റൈസ് കുതിർന്നു വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള പച്ചക്കറികളൊക്കെ റെഡിയാക്കി വയ്ക്കാം. ഈ അരി ഇപ്പോൾ ഇവിടെ അരമണിക്കൂറോളം കുതിർന്നു വന്നിട്ടുണ്ട്. ഇനി ഈ വെള്ളം കളഞ്ഞിട്ട് നമുക്കിതൊരു അരിപ്പയിലേക്ക് ഇട്ട് വെക്കണം. ഇതിലെ വെള്ളം മുഴുവനും പോകാൻ വേണ്ടിയിട്ടാണ്. അരി കുതിർന്ന സമയം കൊണ്ട് ഞാനിവിടെ വെജിറ്റബിൾസ് ഒക്കെ റെഡിയാക്കിയിട്ടുണ്ട്. 50 ഗ്രാം ഗ്രീൻ പീസ് എടുത്തിട്ടുണ്ട്. ഇത് ഫ്രോസൺ ഗ്രീൻ പീസ് ആണ്. ഫ്രഷ് ആണെങ്കിലും ഫ്രോസൺ ആണെങ്കിലും നന്നായിട്ട് കഴുകി അതിന് വെള്ളം മുഴുവൻ വാർന്നു പോയ ശേഷം വേണം നമ്മൾ പുലാവിലേക്ക് ചേർക്കാനായിട്ട്. പിന്നെ കുറച്ച് ക്യാരറ്റും എടുത്തിട്ടുണ്ട്. ഇതും ഒരു 50 ഗ്രാമാണുള്ളത്, ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ബീൻസ്, ഇതും 50 ഗ്രാം ഉണ്ട്. പിന്നെ നമ്മുടെ പുലാവിന് നല്ലൊരു ഫ്ലേവറും നല്ലൊരു രുചിയും കൊടുക്കുന്ന ഒരു ഹെർബാണ് പുതിനയില. നല്ല ഫ്രഷ് ആയിട്ടുള്ള പുതിനയില ഒരു 15 ഗ്രാം എടുത്തിട്ടുണ്ട്. ഇത് കൂടാതെ ഒരു വലിയ സവാള കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ് വേണം, ഇതും 50 ഗ്രാം എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു മസാലക്കൂട്ട് റെഡിയാക്കാനുണ്ട്. അതിനുവേണ്ടി ഒരു വലിയ കഷ്ണം ഇഞ്ചി, ഒരു 10 അല്ലിയോളം വെളുത്തുള്ളി, 3 പച്ചമുളക്, ആവശ്യത്തിന് എരിവുള്ള മുളകാണ് എടുത്തിരിക്കുന്നത്. പിന്നെ വേണ്ടത് 1 ടീസ്പൂൺ പെരിഞ്ജീരകം, പിന്നെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക്. ഇത്രയും നമുക്ക് ഒരല്പം വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. ഈ പുലാവ് നമ്മൾ റെഡിയാക്കുന്നത് തേങ്ങാപ്പാലിലാണ്. ഇത് കട്ടി തേങ്ങാപ്പാലല്ല കേട്ടോ, തേങ്ങയിൽ നന്നായിട്ട് വെള്ളം ചേർത്ത് പിഴിഞ്ഞെടുത്തിരിക്കുന്നതാണ്. ഈ തേങ്ങാപ്പാലിൽ റൈസും വെജിറ്റബിൾസും ഒക്കെ വെന്ത് വന്നു കഴിയുമ്പോൾ നല്ലൊരു മണവും നല്ലൊരു സ്വാദുമാണ്. റൈസിനൊക്കെ ഒരു പ്രത്യേക മയം ഉണ്ടാവും. ഇനി നിങ്ങൾക്ക് തേങ്ങാപ്പാൽ വേണ്ടെന്നുണ്ടെങ്കിൽ ഇതേ അളവിൽ തന്നെ വെള്ളം എടുത്താൽ മതി. അപ്പോൾ നമുക്കിനി പുലാവ് റെഡിയാക്കാനായിട്ട് ഒരു കുക്കർ അടുപ്പത്ത് വയ്ക്കാം. 5 ലിറ്ററിന്റെ കുക്കറിലാണ് ഞാനിതിപ്പോൾ റെഡിയാക്കുന്നത്. കുക്കർ ഒന്ന് ചൂടായി വന്നു കഴിയുമ്പോൾ അതിലേക്കൊരു 1.5 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. ഇനി 1/2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ചൂടായി വന്നു കഴിയുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് സ്പൈസസ് ചേർക്കണം. അതിനായിട്ട് ഞാനിവിടെ ചെറിയ കഷ്ണം ജാതിപത്രി, 3 ഗ്രാമ്പു, ഒരു കഷ്ണം കറുവപ്പട്ട, ഒരു 3-4 ഏലക്ക, 1 ടീസ്പൂൺ സാജീരകം, ഒരു തക്കോലം, ഇത്ര എടുത്തിട്ടുണ്ട്. ചൂടായ നെയ്യിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മൂത്ത് ചെറുതായിട്ടൊന്ന് പൊട്ടി വന്ന് തുടങ്ങണം. ഇത് പൊട്ടി വന്ന് തുടങ്ങുമ്പോഴത്തേക്ക് സവാള ചേർത്ത് വഴറ്റിയെടുക്കുക. സവാള പെട്ടെന്ന് വഴന്ന് കിട്ടാനായിട്ട് നമുക്കൊരു അല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഈ സവാള നന്നായിട്ട് വാടി വരുന്നവരെ നമുക്ക് വഴറ്റിയെടുക്കണം. സവാളയുടെ കളറൊക്കെ നന്നായിട്ട് മാറി ചെറിയൊരു ഗോൾഡൻ ഷെയ്ഡ് ആകാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയം നമുക്ക് ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ച മസാലക്കൂട്ട് ചേർത്ത് കൊടുക്കാം. അതായത് ഇഞ്ചിയും വെളുത്തുള്ളിയും പെരിഞ്ജീരകമൊക്കെ ചേർത്തിട്ടുള്ള ആ കൂട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിന്റെ ആ പച്ചമണം മാറുന്ന വരെ 1 മിനിറ്റോളം നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് മൂത്ത് കഴിയുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ച പച്ചക്കറികൾ ചേർത്ത് കൊടുത്ത് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് അണ്ടിപ്പരിപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഒന്നുകിൽ ഇത് നെയ്യിലൊന്ന് മൂപ്പിച്ച് ചേർക്കുകയും ചെയ്യാം കേട്ടോ. ഇങ്ങനെ ചേർക്കുന്നത് നല്ലത് തന്നെയാണ്. ഇതിൻ്റെ ഒപ്പം ഞാനൊരു പച്ചമുളകും കൂടി ചേർക്കുന്നുണ്ട്. ഇനി നമുക്കിതൊരു 2 മിനിറ്റോളം വഴറ്റിയെടുക്കാം. ഈ പച്ചക്കറികൾ കൂടാതെ നിങ്ങൾക്ക് ഉരുളക്കിഴങ്ങ് ചേർക്കാം, പിന്നെ കോൺ ചേർക്കാം, മഷ്റൂം ചേർക്കാം, ബ്രൊക്കോളി ചേർക്കാം. അതൊക്കെ നമ്മുടെ ഇഷ്ടാനുസരിച്ച് ചേർത്ത് കൊടുക്കാം. പക്ഷെ ഒരു 300 ഗ്രാം അരിക്ക് ഒരു 150 ഗ്രാമോളം പച്ചക്കറികൾ മതിയാവും, കൂടുതലായി പോകണ്ട. ഇനി ഇതിലേക്ക് വെള്ളം വാർന്നു പോകാനായിട്ട് വെച്ച് അരി ചേർക്കാം. ഇതോടൊപ്പം തന്നെ പുതിനയിലയും കൂടി ചേർത്ത് കൊടുക്കുക.
ഇനി ഇത് 1 മിനിറ്റോളം ഒന്ന് ഇളക്കി കൊടുക്കാം. അരിയിലേക്ക് ഈ നെയ്യൊക്കെ നന്നായിട്ടൊന്ന് പിടിക്കാനായിട്ട്. റൈസ് കുഴഞ്ഞു പോയിരിക്കാൻ നല്ലതാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. ഇവിടെ 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്നുള്ള കണക്കിലാണ് തേങ്ങാപ്പാൽ അളന്നെടുത്തിരിക്കുന്നത്. ഇനി നിങ്ങൾ കുക്കറിലല്ല പാത്രത്തിനാണ് വേവിക്കുന്നതെങ്കിൽ 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം എന്നുള്ള കണക്കിൽ അളന്നെടുക്കണം. ഇതിൽ 1 മുറി തേങ്ങയുടെ പാലാണ് പിഴിഞ്ഞെടുത്തിരിക്കുന്നത്. വെള്ളം ചേർത്ത് പിഴിഞ്ഞെടുത്തിരിക്കുന്നതാണ്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് ടേസ്റ്റ് നോക്കിയിട്ട് ആവശ്യമനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഉപ്പ് ചേർക്കുമ്പോൾ ആദ്യം ഉപ്പ് ചേർത്തിട്ടുണ്ടെന്നുള്ളത് ഓർക്കണം. പിന്നെ ഈ പച്ചക്കറിയിലേക്കും അതുപോലെ ഈ റൈസിലേക്കും പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ഇത് മൂടി വയ്ക്കുക. എന്നിട്ട് വെയിറ്റ് വെച്ച് ഇത് വേവിച്ചെടുക്കാം. തീ വെക്കേണ്ടത് മീഡിയം ഹൈ ഫ്ലെയിമിലാണ്. ഇടി ഫ്ലെയിമിനേക്കാളും അല്പം കൂടി കൂട്ടി വയ്ക്കുക. എന്നിട്ടിത് 1 വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കുക. 1 വിസിൽ വന്നു കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്യണം. എന്നിട്ട് ഇതിന്റെ പ്രഷർ മുഴുവൻ പോയി കഴിയുമ്പോൾ നമുക്ക് തുറക്കാം. ഇപ്പം ഇത് വിസിലൊക്കെ അടിച്ച് ഇങ്ങനെ ഓഫ് ചെയ്തിട്ട് കുറച്ച് നേരമായി. ഇതിൽ പ്രഷറൊക്കെ പോയിട്ടുണ്ട്. നമുക്ക് തുറക്കാം. തുറന്ന ഉടനെ തന്നെ നമ്മൾ ഇളക്കരുത്. ഇതിൽ ആവി ഒന്ന് പോകാനായിട്ട് വെയിറ്റ് ചെയ്യുക. ഉടനെ തന്നെ ഇളക്കിയാൽ ചിലപ്പോൾ ചോറ് കുഴഞ്ഞു പോകും. 2 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് ആദ്യം ഒരു ഫോർക്ക് ഉപയോഗിച്ച് ഇതുപോലെ പതുക്കെ പതുക്കെ ഇളക്കിയെടുക്കാം. നമ്മുടെ റൈസ് ഇവിടെ നല്ല പെർഫെക്റ്റ് ആയിട്ട് പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. നല്ല മണവും നല്ല രുചിയുള്ള പുലാവാണ്. ഇത് സെർവ് ചെയ്യാനായിട്ട് പ്രത്യേകിച്ച് വേറെ സൈഡ് ഡിഷിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഒരു 3 വലിയ ആളുകൾക്ക് കഴിക്കാൻ പാകത്തിനുള്ള ഒരു റെസിപ്പിയാണിത്. എനിക്ക് ഈ പുലാവ് ഉണ്ടാക്കാൻ നല്ല ഇഷ്ടമാണ്. കാരണം ഇത് വീട്ടിലെല്ലാവർക്കും ഇഷ്ടമാണ്. പിന്നെ ഇത് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. ഒറ്റ പാത്രത്തിൽ ചെയ്താൽ മതി. പിന്നെ നമ്മുടെ ഈ വെജിറ്റബിൾസ് ഒക്കെ നമ്മൾ ഈ കുക്കറിൽ വേവിക്കുന്നത് കൊണ്ട് നല്ല പോഷകമൂല്യം ഒട്ടും നഷ്ടപ്പെടാതെ തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ പുലാവ് ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒരു തവണയെങ്കിലും ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമാകും. നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അതുപോലെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും പുതിയ വീഡിയോസിന് നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് അരികിലുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ വീണ്ടും നമുക്ക് നല്ലൊരു റെസിപ്പിയിലൂടെ കാണാം. അതുവരെ നന്ദി, നമസ്കാരം.